ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗൻരാഗത്തിൻ്റെ അടുത്ത ആഴ്ചയിലെ ഒരു കിടിലൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയെ കൊല്ലാനായിട്ട് സരയു ഒരുപാട് പ്ലാൻ ചെയ്തെങ്കിലും അതൊന്നും നടന്നില്ല. എല്ലാം തട്ടിത്തെറിപ്പിച്ച് പോവുകയാണ് ചെയ്തത്. അങ്ങനെ സൈറ്റിൽ ചെന്നു. അവിടെ ചെന്നിട്ട് തള്ളി താഴെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ തള്ളി താഴെ ഇടാനായിട്ട് കൈ ഓങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കിരൺ വന്നിട്ട് കല്യാണി എന്ന് പറഞ്ഞുകൊണ്ടൊരു വിളി. അപ്പോഴേക്കും സരയു ഞെട്ടി പോവുകയും ചെയ്തു. പക്ഷേ അത് കിരൺ കണ്ടോ എന്നൊരു സംശയവും ഉണ്ട് നമ്മുടെ മനസ്സിലൊക്കെ. അപ്പോൾ കല്യാണിയെ കൊല്ലാനായിട്ട് പിന്നെ വേറെ ഒരു വഴിയും സരയു കാണുന്നില്ല. അങ്ങനെ താരയെ കൂട്ടുപിടിക്കുകയാണ്. പാവം താര. കല്യാണി എന്ന് പറഞ്ഞ ജീവനാണല്ലോ. പക്ഷെ മകൾക്ക് വേണ്ടി ഇനി കല്യാണിയെ കൊല്ലാൻ വരെ തയ്യാറാവുമെന്ന് പോലും സംശയമാണ്. അങ്ങനെ സരയു ചെന്ന് താരയോട് പറയുന്നുണ്ട്. പക്ഷെ താരയോട് പറയുന്നുണ്ട്, കല്യാണി ഒരു പാവമല്ലേ, അവളെ വെറുതെ വിട്ടേരി, കല്യാണി മരിച്ചാലും നിനക്ക് കിരണിനെ സ്വന്തമാക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അവൾക്ക് വേണ്ടി സപ്പോർട്ട് നിൽക്കുകയാണോ? അങ്ങനെ സപ്പോർട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെയും കൊച്ചുമോളെയും കാണാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കിട്ടിയ മകളാണ് ഞാൻ. അപ്പോൾ ഇനി അവരെ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ നോക്കിക്കോ. അങ്ങനെ ഒരു ഭീഷണിയാണ് സരയു അവിടെ താരയുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇത് കേട്ട് താരയും പേടിച്ചു പോയി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന മകളെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ മകളെയും കൊച്ചുമോളെയൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയും താരയുടെ മനസ്സിൽ നന്നായിട്ടുണ്ട്. ഇത് ശാരിയോടും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശാരി അവിടെ സംസാരിക്കുന്നുണ്ട്. മോളെ, താര അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം താരയ്ക്ക് കല്യാണി എന്ന് പറഞ്ഞ ജീവനാണ്. നിൻ്റെ അടുത്ത് എത്തിച്ചതും കല്യാണി തന്നെയാണ് താരയെ. അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയുനെ പേടിപ്പിക്കുക. പക്ഷേ ഈ സരയു ആണെങ്കിൽ വല്ലാത്തൊരു ക്രൂരത തന്നെയാണ് ചെയ്യുന്നത്. താരത്തിന് സമ്മതിക്കാത്തത് കൊണ്ട്, കല്യാണിയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട്, കല്യാണിക്ക് മെസ്സേജ് അയക്കുന്നത് കൊണ്ടൊക്കെ ഈ ചൂട് ചായയൊക്കെയാണ് നമ്മുടെ താരയുടെ മുഖത്തേക്ക് ഈ സരയു ഒഴിക്കുന്നത്. ആ പണ്ടത്തെ എന്താണ് സ്വഭാവം, അതിനേക്കാൾ അപ്പുറമായി മാറിയിരിക്കുകയാണ് സരയുവിൻ്റെ സ്വഭാവം. അങ്ങനെ കല്യാണിക്ക് വീണ്ടും മെസ്സേജൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ടെൻഷനൊക്കെ തോന്നുകയാണ്. കിരണേട്ട, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല കിരണേട്ട. എന്തിനാണ് താര എൻ്റെ മെസ്സേജ് അടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞൊന്നും പറയേയില്ല. എന്നാൽ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കണം. എന്തൊക്കെയോ ഉള്ളിൽ വല്ലാത്തൊരു ഭയം കടന്നുകൂടിയിട്ടുണ്ട് താരാൻ്റിയുടെ മനസ്സിൽ. അത് എന്നെക്കുറിച്ച് തന്നെയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായ കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് താര ആൻറ്റിയുടെ അടുത്ത് ചെല്ലണം. എങ്ങനെയെങ്കിലും താര ആൻറ്റിയുടെ മനസ്സിലിരിപ്പോൾ എനിക്ക് മനസ്സിലാക്കണം കിരണേട്ട. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും കിരണുവാണെങ്കിൽ അത് ശരിയാണ് കല്യാണി, അങ്ങനൊരു കാര്യം നമ്മൾ ചെയ്തല്ലേ മതിയാവുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ മെസ്സേജ് അയക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ. പല പ്രാവശ്യം ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാരണമില്ലാതെ ഒരാൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയോ? അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കില്ലല്ലോ കല്യാണി. അത് തന്നെയാണ് കിരണേട്ട ഞാനും ആലോചിക്കുന്നത്. താരാനിയുടെ വീട്ടിൽ പോയാലേ സമാധാനം ആവുള്ളൂ, എന്നാലേ എനിക്കൊരു തൃപ്തി വരുവുള്ളൂ എന്നൊക്കെ കല്യാണിയും പറയുക. സരയു ആണെങ്കിൽ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നല്ല പുള്ളയായിട്ട് ഇങ്ങനെ ചമഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ജയിലിൽ പോയി വന്ന സരയുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് സരയു, മനോഹരനെ കണ്ടിട്ട് നിൻ്റെ മനസ്സിന് വല്ല മാറ്റവും സംഭവിച്ചു? എൻ്റെ മനസ്സിന് എന്ത് മാറ്റം സംഭവിക്കാനായിട്ട് കല്യാണി? മനോഹരനെ കണ്ടു. മനോഹരനോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു, ചിരിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തു. മനോഹറാണെങ്കിൽ എൻ്റെ മുന്നിൽ ഒരുപാട് സോറി പറയുകയും ചെയ്തു തെറ്റിനല്ല മനോഹർ എൻ്റെ മുന്നിൽ മാപ്പ് പറയുകയും ചെയ്തു. ഇത് കേട്ട കിരണും കല്യാണിയും കൂടി സരയോട് പറയാണ്, കണ്ടോ മനോഹറിൻ്റെ മനസ്സ് ശരിക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവനെ യാതൊരു കാരണവശാലും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല സരയു. അവൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയുവിൻ്റെ കൈയും കാലും കിടന്നങ്ങോട്ട് വിറയ്ക്കുകയാണ്. ഭയങ്കരമായിട്ട് അരിശം വരിക. ഇപ്പം തന്നെ കല്യാണിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ദേഷ്യം സരയുനുണ്ട്. പണ്ടത്തെ സ്വഭാവമായിരുന്നെങ്കിൽ ആരുടെ മുന്നിൽ നാടൻ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ കഴുത്തരിച്ച് കല്യാണിയെ കൊന്നാനായിരുന്നു. പക്ഷേ ഇവിടെ സരയു കളിക്കുന്നത് കിരണിനെ കിട്ടാൻ വേണ്ടിയാ. അപ്പോൾ കിരണിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ കല്യാണിയെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിരണിനെ ഉറപ്പായിട്ടും കിട്ടില്ലെന്ന് സരയുവിന് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ സരയു മാക്സിമം ക്ഷമിച്ചങ്ങോട്ട് നിൽക്കുകയാണ്. എന്തൊക്കെ വന്നാലും തൻ്റെ കള്ളത്തരം ആരുടെയും മുന്നിൽ പൊളിയാനായിട്ട് പാടില്ല എന്നുള്ളൊരൊറ്റ ചിന്തയോട് കൂടി തന്നെയാണ് സരയു അവിടെ നിൽക്കുന്നത്. അപ്പോൾ കല്യാണി പറയാണ്, ഏതായാലും കുഞ്ഞിനെ കൊണ്ടേ കാണിച്ചല്ലോ, ഇനി ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ കൊണ്ടേ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ പിന്നെ കല്യാണി, എനിക്ക് സമയമുണ്ടെങ്കിലൊക്കെ ഞാൻ കൊണ്ടേ കാണിക്കാം. പിന്നെ മനോഹരനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി കല്യാണിക്കും കിരണിനും അയക്കണ മെസ്സേജ് ലെറ്റർ എനിക്ക് അയച്ചാൽ മതിയെന്നൊക്കെ. അപ്പോൾ അത് കൊള്ളാലോ, അതേതായാലും നല്ല കാര്യം തന്നെയാണ്. എന്തിനാ ഞങ്ങൾ കഴിച്ച് വെറുതെ ബുദ്ധിമുട്ടുന്നത്? സ്വന്തം ഭാര്യയൊക്കെ തന്നെ അയക്കട്ടേന്നേ.
അങ്ങനെ കല്യാണി സരയുവിൻ്റെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, മനോഹറിലേക്ക് അടുപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതൊന്നും സരയു അവിടെ ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ അവരുടെ മുന്നിൽ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി തന്നെയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നത്. സരയുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ, പിന്നെ അവളുടെ സ്വന്തം അമ്മയ്ക്കും അങ്ങനെയല്ലേ അറിയുള്ളൂ. പക്ഷേ അപ്പോഴേക്കും കല്യാണി അവിടെ പറയാണ്, അതെ താര ആൻറ്റിയെ വീണ്ടും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് സരയു. എന്താ കാര്യം ഏതാ കാര്യം എന്നറിയില്ല, എനിക്ക് ഏതായാലും താര ആൻറ്റിയുടെ അടുത്ത് വരണം. എന്തെങ്കിലും മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊടുക്കണം. അങ്ങനെ ആൻറ്റി സങ്കടപ്പെട്ടിരിക്കുന്നതൊന്നും എനിക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സരയു നിൻ്റെ അടുത്ത് വന്നതല്ലേ, അപ്പോൾ താര ആൻറ്റിക്ക് മാക്സിമം നമ്മൾ സന്തോഷം കൊടുത്തേ മതിയാവുള്ളൂ. ഇത് കേട്ട് സരയു ആണെങ്കിൽ, അയ്യോ കല്യാണി, ഞാൻ അമ്മയെ പൊന്നുപോലെയാണ് നോക്കുന്നത്, ഒരു സങ്കടവും വരുത്താറുമില്ല. പിന്നെ കുഞ്ഞില്ലാത്തതിൻ്റെ സങ്കടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാ, പക്ഷേ നിങ്ങളോട് പറഞ്ഞല്ലേ കിരണേട്ടൻ്റെ വീട്ടിൽ പോയി നിൽക്കാനായിട്ട്, എന്നിട്ട് കഴിയില്ലല്ലോ. അത് പിന്നെ എങ്ങനെയാണ് കല്യാണി അമ്മയും കൊണ്ട് അവിടെ പോയി നിൽക്കുന്നത്? അതൊന്നും ശരിയാവില്ലല്ലോ. കുഞ്ഞിനെ അവിടെ എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് ആൻറ്റിക്കും അങ്കിൾക്കും വല്ലാത്തൊരു സങ്കടമാവില്ലേ? അത് ശരിയാണ് സരയും, അച്ഛനും അമ്മയ്ക്കും അത് വല്ലാത്തൊരു സങ്കടം തന്നെയാകും. കാരണം ഇപ്പോൾ ഒരു റിലാക്സ് ആയിട്ട് നിൽക്കുന്നത് ആ കുഞ്ഞ് അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അമ്മയ്ക്ക് ഇപ്പോൾ തീരെ സുഖമില്ലല്ലോ, അതുകൊണ്ട് തന്നെ കല്യാണി ഏതായാലും കുഞ്ഞ് അവിടെ തന്നെ നിന്നോട്ടെ. പക്ഷെ അമ്മയുടെ സങ്കടം അതൊന്നും അല്ലെന്നേ. പിന്നെ എന്താ സങ്കടം? എന്താണ് ആൻറ്റിക്ക് കുഴപ്പം? ആൻറ്റിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ മനസ്സിന് വല്ലാതെ അലട്ടുന്നുണ്ട്. ഞാൻ ഏതായാലും വരുന്നുണ്ട് നാളെ എന്നിങ്ങനെ കല്യാണി പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയുവിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ്. കല്യാണി വന്നാൽ കല്യാണിയെ കൊല്ലാനുള്ള തക്ക ഇത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യണമല്ലോ. അങ്ങനെ നമ്മുടെ സരയു ഒരു കടയിൽ പോയി കുറച്ചു കല്യാണിയെ കൊല്ലാൻ വേണ്ടി ഈ ജ്യൂസി കലക്കി കൊടുക്കാൻ വേണ്ടി കുറച്ച് പൗഡറൊക്കെ മേടിക്കുക, ഈ വിഷത്തിൻ്റെ. അങ്ങനെ ആ പൗഡറൊക്കെ മേടിച്ച് നേരെ താരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതെ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. കല്യാണിയെ നിങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവൾക്ക്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും നിങ്ങളുടെ മനസ്സ് സമാധാനപ്പെടുത്താൻ വേണ്ടിയാണ് കല്യാണി ഇങ്ങോട്ട് വരുന്നത്. അപ്പം എന്ത് ചെയ്യണം? ഞാനൊരു പൊടിയും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്, ഈ പൊടി അങ്ങോട്ട് കയ്യിലോട്ട് പിടിച്ചിട്ടേ എന്നും പറഞ്ഞുകൊണ്ട് താരയുടെ കയ്യിലേക്ക് കൊടുക്കുക. പക്ഷെ താരയ്ക്കാണെങ്കിൽ പേടി, താരയാണെങ്കിൽ ആ പൊടി മേടിക്കുന്നില്ല. എന്താ നിങ്ങൾക്ക് ഇത്ര മടി ഈ പൊടി മേടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് വെച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്. സരവിനെ പേടിച്ചിട്ട് താര ആ പൊടി മേടിക്കുകയും ചെയ്യാണ്. അപ്പോൾ കല്യാണി നിങ്ങളെ മനസ്സിന് സമാധാനം തരാൻ വേണ്ടി വരാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളതെല്ലാം സമാധാനത്തോടെ കേട്ടിരിക്കണം. അവൾക്ക് ഒരു സംശയം വരാൻ പാടില്ല. അവളുടെ മുന്നിൽ ചിരിച്ചൊക്കെ സംസാരിക്കണം. അതിനുശേഷം അവളോട് ജ്യൂസ് തരട്ടെ എന്ന് ചോദിക്കും. അവൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല വേണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ജ്യൂസ് എടുത്ത് ഞാൻ തന്ന ഈ പൊടി അവളുടെ ജ്യൂസിൽ കലക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും താര കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അയ്യോ എനിക്കതൊന്നും പറ്റില്ല, എനിക്ക് പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സരയു ആണെങ്കിൽ താരയെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ വേണ്ട എന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കും. ഇത് വലിയൊരു ചാൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ്? എന്നെയല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന പോലെയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് സങ്കടമാവില്ലേ? നിങ്ങളുടെ മകള് ഞാനല്ലേ ഏറ്റവും കൂടുതൽ, കല്യാണിയേക്കാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങൾ എന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്തേ മതിയാവുള്ളൂ എന്നങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും താരയ്ക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുകയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ കല്യാണിയെ കൊല്ലണം, എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയല്ലേ. അങ്ങനെ താരയുടെ കാൽക്കൽ വീഴു എന്ന രീതിയിൽ തന്നെ അവിടെ സരയു സംസാരിക്കണം. അതിൻ്റെ ഇടയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് താരയെ. അങ്ങനെ നമ്മുടെ കല്യാണി വരിക. അപ്പം കല്യാണി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ താരയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അപ്പം എന്താ ആൻറ്റിക്ക് എന്താ പറ്റിയത്? എന്നെ കണ്ടിട്ട് പോലും ആൻറ്റിക്കൊരു സന്തോഷവും ചിരിയൊന്നും ഇല്ലല്ലോ. ആൻറ്റിയുടെ മനസ്സിന് വല്ലാത്തൊരു ഭയം കടന്നുകൂടിയിട്ടുണ്ട്. അതെല്ലാം മാറ്റാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. ആൻറ്റി ഒറ്റപ്പെടുന്നു പോയൊരു ചിന്ത ആൻറ്റിയുടെ മനസ്സിലുണ്ടോ? സരയു ഇപ്പോൾ കമ്പനിയിൽ ജോലിക്കൊക്കെ വരുന്നുണ്ട്, അത് പിന്നെ അവൾക്ക് ജോലിക്ക് പോകണ്ടേ? സരയു വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. എന്താ ആൻറ്റിയോട് അവിടെ മിണ്ടാറും ചിരിക്കാറൊന്നുമില്ലേ? അതൊക്കെ ഉണ്ടെന്ന് താര പറയാ. പിന്നെ എന്താ ആൻറ്റിയുടെ മനസ്സിൽ വിഷമം? ഒന്നുമില്ല എന്ന് താര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ലാതെയൊന്നുമില്ല,
അതേ ആൻറ്റിയുടെ മനസ്സിൽ എന്തൊക്കെ സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആൻറ്റി എൻ്റെ ഫോണിലേക്ക് തെരിതരായി ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ആൻറ്റി, എനിക്കൊരു കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നില്ലെന്നേ. ശത്രുക്കളെല്ലാം അവസാനിച്ചില്ലേ? ഇനി ഏത് ശത്രുവിനെയാണ് ഞാൻ പേടിക്കാനുള്ളത്? അപ്പോൾ കല്യാണിയും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയോ മനസ്സിൽ സംശയങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട് അങ്ങനത്തെ കല്യാണിക്ക്. അപ്പോൾ നമ്മുടെ താര പറയാണ്, മോൾ ഇവിടെ ഇരിക്കും, ഞാനൊരു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറയാണ്. എന്നാൽ ശരി ആൻറ്റി, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ കല്യാണം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ താരയാണെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കാനായിട്ട് പോവുക. ജ്യൂസ് എടുക്കാനായിട്ട് സരയു കൊടുത്ത ഒരു വിഷക്കുപ്പിയും കയ്യിലുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ താരക്കാണിലാകെ പേടിയും തോന്നുന്നു. തനിക്കൊരു നല്ല ജീവിതം തന്ന ഒരു വ്യക്തിയാണ് താൻ കൊല്ലാനായിട്ട് പോകുന്നത്, തൻ്റെ മകൾ കൊല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ പേടിയും തോന്നുന്നുണ്ട്. അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുക, ഒരു മാംഗോ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. അതിലേക്ക് ഈ വിഷം ഒഴിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് തല പുകഞ്ഞ് നിൽക്കുക. പക്ഷേ കണ്ണടച്ച് മകൾക്ക് വേണ്ടി തന്നെ നമ്മുടെ താര അതിലേക്ക് വിഷം ഇളക്കുകയാണ്. ഇളക്കിയതിന് ശേഷം നമ്മുടെ കല്യാണിക്ക് കൊണ്ട് കൊടുക്കുക. സരയു ഇതെല്ലാം മറഞ്ഞു നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ സരയു അവിടെ ഉള്ള കാര്യം ഈ കല്യാണിക്ക് അറിയാനും പാടില്ല. അപ്പോൾ കല്യാണിക്ക് ഈ ജ്യൂസ് കൊടുക്കുക. അങ്ങനെ ഈ ജ്യൂസ് കൊടുത്ത് താരയാണെങ്കിൽ പേടിച്ച. അപ്പോൾ എന്താ ആൻറ്റിക്ക് എന്താ ഇത്ര പേടി? ആൻറ്റിയുടെ മനസ്സിൽ ആ പേടിയൊക്കെ അങ്ങോട്ടൊന്ന് കളഞ്ഞേര് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി ആ ജ്യൂസ് അങ്ങോട്ട് കുടിക്കുക. ജ്യൂസ് കുടിച്ചതൊരു 5 മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഈ കല്യാണിയുടെ കയ്യിൽ നിന്ന് വെച്ചാൽ ഗ്ലാസ് അങ്ങോട്ട് നിലത്ത് വീഴുകയാണ്. പടപടാന്ന് പൊടിയുകയും ചെയ്യാണ്. കല്യാണി പെടഞ്ഞ് നിലത്തേക്ക് വീഴുകയും ചെയ്യാണ്. നെഞ്ച് പൊത്തി തന്നെയാണ് കല്യാണി അവിടെ വീഴുന്നത്. ഇത് കണ്ട താരയാണെങ്കിൽ ചെവി അങ്ങോട്ട് പൊത്തി പിടിച്ചിട്ട് അമ്മയെന്നും കിടന്ന് കാരണോന്നുണ്ട്. പക്ഷേ പാവത്തിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാകും. അപ്പോൾ സരയു ഓടി വരികയാണ്. സരയു ഓടി വന്നിട്ട് ഈ ഒരു കാഴ്ച കാണുകയാണ്. സരയുവിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അവൾ മരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട്. എനിക്ക് സന്തോഷ വാർത്ത ഏതായാലും എൻ്റെ അമ്മയോട് വിളിച്ച് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് സരയു അവിടെ നിന്ന് ഓട്ടം. സരയു അപ്പോൾ ഇവിടെ ഉള്ള കാര്യമൊന്നും അറിയാനായിട്ട് പാടില്ലല്ലോ ആർക്കും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സരയുവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്നറിയാം. അപ്പം താരയാണ് ഈ കൃത്യം ചെയ്തതെങ്കിൽ താരയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയാലും സരയുവിനൊരു കുഴപ്പമില്ല. സ്വന്തം അമ്മയെ പോലീസിൽ ഏൽപ്പിച്ചിട്ട് സ്വന്തം ജീവിതം നോക്കി പോകുന്ന മകളാണ് സരയു. അപ്പോൾ സ്വന്തം താല്പര്യം, സ്വന്തം ഇഷ്ടം, സ്വന്തം സുഖം, ഇതാണ് സരയുവിൻ്റെ മനസ്സിലിരിപ്പ്. അങ്ങനെ സരയു നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി ചെല്ലുകയാണ്. ഭയങ്കര പേടിച്ചിട്ടാണ് ഓടി ചെല്ലുന്നത്. എന്താ മോളെ, എന്താ കാര്യമൊന്നിങ്ങനെ താര ചോദിക്കുന്നു. നമ്മുടെ ഷാരി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാരിയോട് കാര്യങ്ങൾ പറയാണ്. അമ്മേ, കല്യാണി അവസാനിച്ചു. അവള് നിലത്ത് കിടന്ന് പെടഞ്ഞ് മരിക്കുന്ന സീന് ഞാൻ കണ്ടു അമ്മേ, എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടു. പക്ഷേ ഞാൻ അവിടെ നിൽക്കാനായിട്ട് പാടില്ലല്ലോ. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ എന്നെ പിടിക്കൂലേ. അതുകൊണ്ട് അമ്മയെ അവിടെ നിർത്തിയിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു, ആർക്കും ഒരു സംശയവും വരാത്ത രീതിയിൽ. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിന്ന് ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നെന്ന് മാത്രം പറഞ്ഞാൽ മതി അമ്മയെന്ന് പറയാം. ഇത് കേട്ട് താരയാണെങ്കിൽ അപ്പോൾ കല്യാണി എന്ന് പറഞ്ഞ അധ്യായം അവസാനിച്ചു അല്ലേ മോളെ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് തീർച്ചയായിട്ടും എനിക്കിനി എൻ്റെ കിരണിനെ കിട്ടും. പക്ഷേ കിരണ് പെട്ടെന്നൊന്നും കിട്ടില്ലെന്ന് എനിക്കറിയാം. അധികം താമസിയാതെ തന്നെ കിട്ടും. കുറച്ച് താമസിച്ചാലും എനിക്ക് പ്രശ്നമില്ല. അവനോടത്തുള്ള ജീവിതം എനിക്ക് മതി. ഇനി കല്യാണി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ. എനിക്ക് അത്രയ്ക്കും വലിയ സന്തോഷമാണ് ഞാനിപ്പോൾ അവിടെ അനുഭവിക്കുന്നത്. അമ്മേ, യാതൊരു കാരണവശാലും ഞാൻ അങ്ങോട്ട് പോയെന്നോ ഒന്ന് പറയരുതേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മാത്രം പറയാമുള്ളൂ. പിന്നെ മോളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ലേ ഈ അമ്മ മോൾക്ക് കൂട്ടു നിന്നിട്ടുള്ളൂ. അപ്പം ഞാൻ ആരോടും ഒന്നും പറയാനായിട്ട് പോകുന്നില്ല എന്നും പറയാം. അങ്ങനെ താരയാണെങ്കിൽ പേടിച്ച് നിൽക്കുക. അപ്പം സരയു ആണെങ്കിൽ താരയെ ഏതായാലും പോലീസ് പിടിച്ചുകൊണ്ട് പോകും. തനിക്ക് സുഖമായിട്ട് കിരണിനോടൊപ്പം ജീവിക്കാം എന്നൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ. പക്ഷേ താര അവിടെ കല്യാണിക്ക് വിഷം കൊടുക്കോ? ഇനിയിപ്പോൾ സരീവിനെ പറ്റിക്കാൻ വേണ്ടി ഇവർ രണ്ടരും കൂടി ചെയ്ത നാടകമാണെങ്കിലോ? ഇനി ആ ജ്യൂസിൽ താര വിഷം കലർത്തിയിട്ടില്ലെങ്കിലോ? ജ്യൂസ് കുടിച്ച് പെടഞ്ഞ് വീഴുന്നത് പോലെ കല്യാണി അവിടെ അഭിനയിച്ചതാണെങ്കിലോ? സരീവിനെ മുന്നിൽ കൊണ്ടുവരാനും സരീവിൻ്റെ കള്ളത്തരം പൊളിച്ചെടുക്കാനും വേണ്ടി തന്നെ അങ്ങനെ സരയോടെ വന്ന് ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നത് നമ്മുടെ കല്യാണി ആ പെടഞ്ഞ ഒരു രീതിയിൽ തന്നെ മരിച്ചൊരു രീതിയിൽ തന്നെ കേട്ടതാണെങ്കിലോ? മനഃപൂർവ്വം കല്യാണി അവിടെ മരിച്ച് കിടക്കുന്നതാണെങ്കിലോ? അപ്പോൾ ഇനി എന്തൊക്കെയാണ് ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.